സംസ്ഥാനത്ത് വീണ്ടും ടി.ടി.ഇക്ക് നേരെ ആക്രമണം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി.ടി.ഇ വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്നും നമ്മളോടൊപ്പമുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ടി.ടി.ഇയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും ടിക്കറ്റ് ചോദിച്ചെത്തിയ ടി.ടി.ഇക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന വിവരം വരുന്നുണ്ട്. ഇതെവിടെയാണ് സംഭവം? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടി.ടിയെ തള്ളിയിട്ട് യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ആ വാർത്തയുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഈ ടി.ടിക്ക് നേരെ മർദ്ദനം എന്ന പുതിയ വാർത്ത വരുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വാർത്ത ഒരു തുടർക്കഥയാവുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തിരൂരിനടുത്ത് വെച്ചാണ്. ഈ സാധാരണ രീതിയിൽ തന്നെ ഈ റിസർവ് ചെയ്ത റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ടി.ടിക്ക് നേരെ യാത്രക്കാരന്റെ പ്രകോപനമുണ്ടാകുന്നത്, തുടർന്ന് ആക്രമണം ഉണ്ടാകുന്നത്. രാജസ്ഥാൻ സ്വദേശിയായ ടി.ടി.ഇ വിക്രം കുമാർ മീണയ്ക്കാണ് പരിക്കേറ്റത്. തന്റെ മൂക്കിന് ഈ യാത്രക്കാരൻ ഇടിച്ചു എന്നുള്ളതാണ്, മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വിക്രം കുമാർ മീണ പറയുന്നത്. നിലവിൽ അദ്ദേഹം ഷൊർണൂറിലെ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇദ്ദേഹം ഇതിനുശേഷം കോഴിക്കോട് റെയിൽവേയിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കണ്ടാലറിയാവുന്ന ആൾക്കെതിരെ കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവം. റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്രക്കാരനെ പ്രകോപിതനാക്കിയത് എന്നറിയുന്നു. തുടർന്ന് ടി.ടിക്ക് നേരെ ഇയാൾ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ടി.ടിയുടെ മൂക്കിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അല്പം വലിയ രീതിയിലുള്ള പരിക്ക് തന്നെ ഈ വിക്രം കുമാർ മീണയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. അദ്ദേഹം നിലവിൽ ചികിത്സയിലുമാണ്. ഒപ്പം ഈ യാത്രക്കാരനെതിരെ, കണ്ടാലറിയാവുന്ന യാത്രക്കാരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തു വരുന്നേ ഉള്ളൂ. ആ ഒരു അന്വേഷണത്തിനാണ് റെയിൽവേ പോലീസ്. ശരി, യാത്രക്കാരനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ പോലീസ്.